പ്രേംലാൽ ചേരുന്നുണ്ട് മുംബൈയിൽ നിന്നും. പ്രേംലാൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനീത. നമ്മളിവിടെ ഗുഡ് മോർണിംഗ് പറയുന്ന സമയത്തും കാര്യങ്ങൾ അത്ര ഗുഡ് അല്ല എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. പ്രത്യേകിച്ച് കർഷകരെ സംബന്ധിച്ച്, ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംബന്ധിച്ച്, ആദിവാസികളെ സംബന്ധിച്ച് കർഷക പോരാട്ടങ്ങൾ കാലാകാലങ്ങളായി നടത്തുന്നതാണ്. അതോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ മനോഭാവം അതിപ്പോഴും അണുകിട വ്യതിചലിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളിടത്താണ് വീണ്ടും കർഷകർ പ്രക്ഷോഭത്തിനായി ഇറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉളവാകുന്നത്. തീർച്ചയായും വിനീഷ, കാലങ്ങളായി പെൻഡിംഗ് കിടക്കുന്ന ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്. 2006 വ്യവസ്ഥ ഉണ്ടാക്കിയ ചില ആവശ്യങ്ങളാണ്. അത് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴുള്ള ഒരു സമരം. ആദിവാസി സമൂഹത്തിന്റെ കാതലായ ആശങ്കകൾ പരിഹരിക്കുന്നതിനായിട്ട് 2006 സർക്കാർ ഒരു നിയമം പാസാക്കിയിരുന്നു. എന്നാൽ അത് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. ഇതിനെ തുടർന്ന് വീണ്ടും 2018, 2019, 2023 വർഷങ്ങളിൽ അധികാരത്തിലിരുന്ന സർക്കാരുകൾ സമാനമായ ഉറപ്പുകൾ നൽകിയിരുന്നെങ്കിലും അവയൊന്നും തന്നെ നടപ്പാക്കിയിരുന്നില്ല. അത് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ട സമരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇത് വനാവകാശ നിയമം, പെസ നിയമങ്ങൾ നടപ്പാക്കുക, ജനസേചന പദ്ധതികൾ പൂർത്തിയാക്കുക, ജില്ലാ പരിഷത്ത് സ്കൂളുകളിൽ ഒഴിവ് നികത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ആണ് പ്രധാനമായിട്ടും ഉയർന്നിരിക്കുന്നത്. കൂടാതെ സ്മാർട്ട് മീറ്റർ പദ്ധതി, തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കം, വിവാദമായ ലേബർ കോഡുകൾ, കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ഭൂമി ഏറ്റെടുക്കൽ തുടങ്ങി ഇത്തരം ആവശ്യങ്ങളാണ്. ഇതെല്ലാം 2006 വ്യവസ്ഥ ഉണ്ടായിട്ടുള്ളതാണ് കർഷക നേതാക്കൾ ഇപ്പോൾ പറയുന്നത്. ഇത് എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല? ഇത് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരന്തരമായ ഒരു പോരാട്ടത്തിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം നാസിക്കിൽ നിന്നും 40,000-ഓളം വരുന്ന, സ്ത്രീകളടങ്ങുന്ന 40,000-ഓളം വരുന്ന ആദിവാസി കർഷകർ ഈ സമരത്തിന്റെ ഭാഗമായിരിക്കുന്നത്. ഇപ്പോൾ അവർ നാസിക് ജില്ല വിട്ട് രജൂർ ബാഹുലയിലെത്തി അവർ തമ്പടിച്ചിരിക്കുകയാണ്. ഇന്നും ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ലെങ്കിൽ മുംബൈയിലേക്ക് നടന്ന മന്ത്രാലയ ഉപരോധിക്കുവാനുള്ള ഒരു പദ്ധതിയാണ് ഇവർ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. CPI പോളിറ്റ് ബ്യൂറോ അംഗവും ദേശീയ കിസാൻ സഭ ദേശീയ പ്രസിഡന്റുമായ ഡോക്ടർ അശോക് ഗാവ്ലെ, മുൻ CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ MLA-യുമായ JP ഗാവിദ്, കൂടാതെ നിരവധി നേതാക്കൾ, അജിത് നവാലെ അടക്കമുള്ള നിരവധി നേതാക്കളാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. എന്തായാലും ഇന്ന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായും പദയാത്ര മുംബൈയിലേക്ക് ഏകദേശം 200 കിലോമീറ്റർ നടന്ന് മുംബൈയിലെത്തും എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പാൽഘറിൽ 75 കിലോമീറ്റർ നടന്നാണ് കളക്ടറേറ്റ് ഉപരോധിച്ചത്. കളക്ടറേറ്റിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചു, നിവേദനം കൊടുക്കാനുള്ള അനുമതി നിഷേധിച്ചു. വീണ്ടും 17 മണിക്കൂറിന് ശേഷം ഇവരൊന്നും പിരിഞ്ഞു പോകുന്നില്ല. 4 ഗേറ്റുകളും ഉപരോധിച്ച് കളക്ടറും ജീവനക്കാരടക്കം എല്ലാവരും അകത്ത് കുടിയും കിടക്കുന്നതിനെ തുടർന്നാണ് 17 മണിക്കൂറിന് ശേഷം ഒരു ചർച്ചയുണ്ടായതും കളക്ടറുടെ പരിധിയിലുള്ള എല്ലാ ആവശ്യങ്ങളും ഇവർക്ക് അംഗീകരിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് ആണ് ഇപ്പോൾ ഈ ഒരു ആവശ്യം, ഇത് കാലങ്ങളായിട്ട് 2006 മുതലുള്ള ഈ ഒരു ആവശ്യം ഇന്നേ വരെ നടപ്പാക്കിയിട്ടില്ല. ഇതെല്ലാം പേപ്പറിൽ മാത്രമാണ്. അപ്പൊ അതിന് എതിരായിട്ടാണ് ഇന്നിപ്പോൾ പോരാട്ടത്തോടെ നടന്നിരിക്കുന്നത്. വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന, അല്ലെങ്കിൽ കടലാസിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ചില വാഗ്ദാനങ്ങളുണ്ട്. ആ വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങളായി തന്നെ നിൽക്കുകയുമാണ്. ഒരു തരത്തിലും കർഷകരോട് ഒരു നീതിയും പുലർത്താനോ ഒരു അനുഭാവവും കാണിക്കാനോ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളിടത്താണ് വീണ്ടും കർഷകരെ തെരുവിലേക്ക് ഇറക്കുന്നത്. മണ്ണിൽ പണിയെടുക്കുന്ന, വിയർപ്പിൻ്റെ മണമറിയുന്ന മനുഷ്യന്മാർ ഉറക്കത്തിൽ പോലും ഭക്ഷണം ഉണ്ടാക്കാനുള്ള, അതായത് മറ്റുള്ളവർക്ക് ഭക്ഷണം കഴിപ്പിക്കാനുള്ള എന്ത് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത് ചിന്തിക്കുന്ന മനുഷ്യന്മാരാണ്. ഉറക്കത്തിൽ പോലും മറ്റുള്ളവരെക്കുറിച്ച്, അല്ലെങ്കിൽ മറ്റുള്ളവർ ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ച്, മറ്റുള്ളവർക്ക് ഭക്ഷണം കഴിക്കാൻ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ മണ്ണിൽ ഞങ്ങൾ പണിയെടുക്കണമെന്ന് ഉറപ്പിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരാണ്. ആ മനുഷ്യന്മാരോടാണ് ഇത്തരത്തിലുള്ള ക്രൂരത നടത്തുന്നത്. ആ ക്രൂരതയ്ക്കെതിരെയുള്ള പോരാട്ടങ്ങളാണ് നമ്മൾ എത്രയോ കണ്ടതാണ്. നഗ്നമായ കാൽപാദങ്ങൾ, വെള്ളത്തിലുരുകി പൊട്ടിയൊലിച്ച് ചോര വാർന്ന് ചലം വാർന്ന് നിൽക്കുന്ന ഒരുപാട് നഗ്ന കാൽപാദങ്ങൾ. ആ കാൽപാദങ്ങളുടെ ദൃശ്യങ്ങളൊന്നും സാധാരണക്കാരുടെ അല്ലെങ്കിൽ മണ്ണിൽ പണിയെടുക്കുന്നവരുടെ കാഴ്ചകളിൽ നിന്ന് മറഞ്ഞു പോകില്ല. പക്ഷേ ആ കാഴ്ചകളോട്, അത്തരം കാഴ്ചകളോടൊക്കെ മുഖം തിരിച്ചു നിൽക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ മനോഭാവം അത് ഇന്നുകൊണ്ട് മാറുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നുമില്ല. എങ്കിലും പോരാട്ടങ്ങൾ തന്നെയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. സമര പോരാട്ടങ്ങൾക്ക് എന്നും ഊർജം പകരുന്ന മണ്ണ് തന്നെയാണ് മഹാരാഷ്ട്രയുടെ നാസിക്കിലേക്ക് പാൽഘറിൽ നിന്നുള്ള കർഷക തൊഴിലാളികളുടെ ലോങ് മാർച്ച് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും വിജയം കാണട്ടെ ആ കർഷക സമരം. ഐതിഹാസിക പോരാട്ടങ്ങൾക്കൊടുവിൽ വിജയത്തിൻ്റെ പുലരി കടന്നു വരിക തന്നെ ചെയ്യും. പ്രതീക്ഷകളാണല്ലോ നമ്മളെല്ലാവരെയും മുന്നോട്ട് നയിക്കുന്നത്.